ധർമ്മമാണ്. അറഫയുടെ സ്വകാര്യ അഹങ്കാരം, അറഫയുടെ അമരക്കാരൻ, അറഫയുടെ സ്പന്ദനം. ഇനി എന്തിനോട് ഉപമിക്കാം ഈ കർമ്മധീരനായ സാംസ്കാരിക നായകൻ? ഈ മാഗസിൻ പ്രകാശനത്തിന്റെ ഉദ്ഘാടനത്തിനായി ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം അറഫയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KS ഹംസ സാറിനെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയം മലയാളത്തിന്റെ അഭിമാനവാചനവും ആറ്റൂരിന്റെ സ്വന്തവുമായ പ്രഗത്ഭ കവി ശ്രീ ആറ്റൂർ രവിവർമ്മൻ സാർ അവരുടെ, നമ്മുടെ ആദരണീയനായ പ്രിൻസിപ്പൽ, എൻ്റെ സഹപ്രവർത്തകർ K. മുഹമ്മദ് ഖാൻ, മുഹമ്മദ് മാഷ്, നമ്മുടെ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുട്ടി തുടങ്ങി അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുട്ടികളെ, എന്തൊരു നിശബ്ദത അല്ലേ! രവിവർമ്മ സാർ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. 2-4 മാസങ്ങൾക്ക് മുമ്പ് ഈ വേദിയിലൊരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ നല്ല ഒരു സരസനായ ഒരു പ്രസംഗകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പാഠവും ഒന്നും തന്നെ കാര്യമായി ഏശിയിട്ടില്ല. ചെറിയ കുട്ടികളാണല്ലോ ഇരിക്കുന്നത്, ചിലപ്പോൾ കുശിനൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു ടീച്ചർ ഒരു വരി സംഗീതം പഠിച്ചപ്പോൾ സദസ്സ് പെട്ടെന്ന് നിശബ്ദമായി. ഞാനത് ഓക്കെ. ഇന്ന് അതുപോലെ തന്നെ സംഗീതത്തിന്റെ ആൾരൂപമായ, സാഹിത്യത്തിന്റെ ആൾരൂപമായ, കവിതയുടെ ആൾരൂപമായ നമ്മുടെ ആറ്റൂർ രവിവർമ്മ സാർ വന്ന് ഇറങ്ങിയ സമയം മുതൽക്ക് തന്നെ നമ്മുടെ ക്യാമ്പസ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടുത്തെ മരങ്ങളും ചെടികളടക്കമും അതിനോട് കൂറു പുലർത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ സർവത്ര നിശബ്ദത, എന്തിനും ഏതിനും ഒരു നിശബ്ദത. എന്ത് ഭംഗിയായിരുന്നു അത്! ചെറിയ കുട്ടികളിൽ പോലും കവിതയോടും സാഹിത്യത്തോടുമുള്ള വാസന, സംഗീതത്തോടുള്ള പ്രണയം എത്രമാത്രമുണ്ട് എന്ന് ആ വരവിനും സാന്നിധ്യവും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തായിരുന്നാലും കുറേ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു. പലപ്പോഴും ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആറ്റൂർ രവിവർമ്മയെ ഒന്ന് ക്യാമ്പസിൽ കൊണ്ടുവരണമെന്ന്. നമ്മുടെ പ്രദേശം, ഈ മേഖല തന്നെ സാഹിത്യത്തിനും കവിതക്കൊക്കെ പുകൾപ്പെട്ട പ്രദേശമാണ്. അതിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. പാഞ്ഞാൽ പഞ്ചായത്തും പൈങ്കുളം, ചെറുതുരുത്തി തുടങ്ങിയുള്ള ഈ ആറ്റൂർ മേഖലയൊക്കെ തന്നെ അതിന് പ്രശസ്തമായ പ്രദേശമാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള വിശ്വ സാഹിത്യത്തിലേക്ക് നമ്മുടെ പ്രദേശത്തെ കൈപിടിച്ചു കൊണ്ടുപോയ ധാരാളം മഹാരഥന്മാരുണ്ടായിരുന്നു. ഇന്ന് വിശ്വ സാംസ്കാരിക മേഖലയിലേക്ക് നമ്മുടെ പ്രദേശത്തിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കേരള കലാമണ്ഡലവും ധന്യമായി ഇവിടെ നിലനിൽക്കുകയാണ്, തലയുയർന്നു നിൽക്കുന്നു. ഇവിടെ ഈ രംഗത്ത് വിശ്വ സാഹിത്യവുമായ ഒരു അംബാസഡർ നമുക്കുണ്ട്. അതാണ് ആറ്റൂർ രവിവർമ്മ സാർ. വിശ്വ സാഹിത്യ രംഗത്തേക്ക് നാം അറിയുന്നത് പോലെ കേവലം ഒരു മലയാളത്തിന്റെ കവി മാത്രമല്ല അദ്ദേഹം. ധാരാളം ആംഗലേയ യവന കഥകളുടെയും സാഹിത്യങ്ങളെയും കവിതകളെയും ഒക്കെ മലയാളീകരിക്കുക വഴി നമ്മുടെ സംസ്കാരത്തെ അങ്ങോട്ടും, അതുപോലെ തന്നെ യവന ആംഗലേയ സാഹിത്യങ്ങളെ മലയാളത്തിലേക്കും കൊണ്ടുവന്നു ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ രവിവർമ്മ സാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിലും ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഈ നാട് കാത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തിന്റെ ഉത്സവമാണ് എന്ന് ഞാൻ അഹങ്കരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ ഒരു ഉത്സവമാണ്. അദ്ദേഹം
ഒരിക്കലും വരുമെന്ന് വിചാരിച്ചിട്ടില്ല. മോഹൻ മാഷനോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ മാഗസിന്റെ പ്രകാശനം അദ്ദേഹത്തിന്റെ തൃക്കൈകൾ കൊണ്ട് തന്നെ ആവട്ടെ, നമുക്ക് മാഗസിനുമായി അങ്ങോട്ട് പോകാം എന്നാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ആറ്റൂർ എന്ന് കേട്ടപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളം തുടിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ്. പിച്ച വെച്ച് നടന്ന നാട്, ഈ പരിസരങ്ങളിലാണ് വിദ്യാഭ്യാസം നിർവഹിച്ചിട്ടുള്ളത്. ചെറുതുരുത്തി സ്കൂള്, ചേലക്കര സ്കൂള്, വടക്കാഞ്ചേരി തുടങ്ങിയുള്ള സ്കൂള് ഷൊർണൂരിലും പഠിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ചേലക്കരയും ചെറുതുരുത്തിയും പാഞ്ഞാളും ഒക്കെ പഠിച്ചു വളർന്ന ഒരു വലിയ മനുഷ്യൻ അവസാനം അത്യുന്നതങ്ങളിൽ, സാഹിത്യത്തിന്റെയും കഥയുടെയും ഒക്കെ അത്യുന്നതങ്ങളിൽ, സഖ്യപർവ്വതത്തിന്റെ സാനുക്കൾ എന്ന് തന്നെ പറയാം, ഏതോ ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആറ്റൂർ രവിവർമ്മയെ സഖ്യപർവ്വതത്തോടാണ് ഉദാഹരിച്ചിട്ടുള്ളത്. അപ്പൊ സഖ്യപർവ്വതത്തിന്റെ സാനുക്കളിൽ വിലസിക്കുന്ന മഹാരഥനായ ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകൾ അയവൃത്തിട്ടുണ്ടാകാം എന്ന് കരുതുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കവിതകളും സാഹിത്യവും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു പൂർവ്വകാല സാഹിത്യത്തിന്റെ രുചിയും ആധുനികതയുടെ സമ്മേളനവും ഒക്കെ അതിനകത്തുണ്ട്. അദ്ദേഹം അതുപോലെ ക്ലാസിക് കഥകളുടെയും ക്ലാസിക് സാഹിത്യവും അത്യന്താധുനിക സാഹിത്യവും എവിടെയൊക്കെ ലിങ്ക് ചെയ്യുന്നത് പോലെ അത് രണ്ടിന്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതയ്ക്കും അദ്ദേഹത്തിന്റെ സമാഹാരത്തിനും സൃഷ്ടികൾക്കും ഒക്കെ തന്നെ ധാരാളം കാലം നിലനിൽക്കാനുള്ള ഒരു ദീർഘകാല ആയുസ് അതിനുണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല. അതുപോലെ സാധാരണക്കാരൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, പിന്നെ മനസ്സിന്റെ വേപതുക്കളും മനസ്സിന്റെ വിഷമങ്ങളും ഒക്കെയാണ് അദ്ദേഹം ആ കഥകളിലൂടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് വേദനിക്കുന്ന മനസ്സുകൾക്കും വിഷമിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കുന്ന മനസ്സുകൾക്ക് എന്നും ഒരു വലിയ ഉപകാരമായി, ഒരു വലിയ ഉപഹാരമായി അദ്ദേഹത്തിന്റെ കൃതികൾ നിലനിൽക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. നേരത്തെ സ്വാഗത പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒട്ടേറെ അവാർഡുകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. 1-2 അവാർഡുകൾ മാത്രമല്ല, ഏറ്റവും അവസാനമായി മലയാളത്തിന്റെ ഏറ്റവും അത്യുന്നതമായ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും അവസാനമാണ്. അതിനു മുമ്പ് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുണ്ട്. അതിനു മുമ്പ് ദേശീയ തലത്തിലെ ഉന്നത സാഹിത്യകാരന്മാരെ ആദരിക്കുന്ന ദേശീയ സാഹിത്യ അക്കാദമി അവാർഡും തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ആശാൻ പ്രൈസ്, നിരവധി അവാർഡുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകളെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആറ്റൂരിന്റെ ഏറ്റവും പ്രസിദ്ധമായി ഇന്ന് ആറ്റൂർ അറിയപ്പെടുന്നത്, പുറത്ത് ആറ്റൂർ രവിവർമ്മയും ആറ്റൂർ കൃഷ്ണപിഷാരടിയും ഒക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ കൂടി ആറ്റൂർ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് 10 പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ കലയുടെയും സാഹിത്യത്തിന്റെയും ചെറിയ കനലുകൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞു മനസ്സുകളിൽ നിന്ന് രൂപം കൊണ്ട ചെറിയ കലാസൃഷ്ടികളുടെ സമാഹാരമായ സ്പന്ദനം ഇവിടെ പ്രകാശിതമാകാൻ പോവുകയാണ്. ആ പ്രകാശിതമാകാൻ പോകുന്ന സ്പന്ദനത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതും നേരത്തെ പറഞ്ഞ ആറ്റൂരിന്റെ സ്വന്തം കവിയായ ആറ്റൂർ രവിവർമ്മ സാർ അവர்களാണ് എന്നതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ തിരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് അറഫ. അറിവിൻ്റെ യാന്ത്രികതയെ വളരെ സ്വാഭാവികതയായിട്ട് മാറ്റാൻ. അപ്പോൾ നിങ്ങളെ സ്കൂളിലേക്ക് ഇപ്പം മാറ്റാൻ ആരും വരുന്നവർക്കില്ല, എല്ലാവരും വണ്ടിയിലൊക്കെ വരും. മാറ്റാൻ ഞങ്ങളൊക്കെ ആണെങ്കിൽ നടന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇരിവും വളവും മഴയും വെയിലും മേഘത്തിൻ്റെ മാറ്റവും ഒക്കെ ഒന്നും പഠിക്കുന്നു വേണ്ട, നേരിട്ടറിയാം. ഇപ്പോൾ നിങ്ങൾക്ക്
ശ്ലോകത്തെ നോക്കിയൊക്കെ ഇത് ഈ അറിവ് ഈ പുതിയ ലോകവും യാന്ത്രിക ലോകവും പ്രകൃതിയുടെ ലോകം എന്ന് പറയുന്ന ഈ അത് ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് ഇത് പെട്ടെന്ന് മാറിയതുകൊണ്ട് ഇതിനെ തുടർച്ചയില്ല. മറ്റത് മറുനാടുകളിൽ ഈ പ്രശ്നം ഒരു ബോധപൂർവ്വം കുട്ടികളൊക്കെ കൊണ്ടുപോയിക്കാം. ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച് മൃഗങ്ങളെയൊക്കെ നേരിട്ട് മനസ്സിലാക്കി ശബ്ദങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഈ തുടർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച സ്വാഭാവികത എനിക്ക് ഈ പഠിപ്പിക്കൽ ശീലമായിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞുള്ളതും അത് ഞാൻ തന്നെ നിയന്ത്രിക്കുന്നു. നിങ്ങളൊക്കെ അതുപോലെ പുസ്തകവും വായിക്കണം. ഒക്കെ ഇങ്ങനത്തെ അറിവുകൾ യാന്ത്രികമായിട്ട് കിട്ടിയാൽ പോരാ, പഴയ വഴികളും എല്ലാം പരിചയപ്പെടണം. അത് നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഉണ്ടാവുകയും നിങ്ങൾക്കൊക്കെ തുടർച്ച ചരിത്രത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് എൻ്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലുണ്ടെന്നറിയിക്കാം. അങ്ങനെ ഇന്നല്ല ലോകം ഇറങ്ങിയത്, ഇന്നലെയും വളരെ മുമ്പും നിങ്ങളുടെ അച്ഛന്മാരും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് നല്ല ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ ഈ മാസിക പ്രസിദ്ധപ്പെടുത്തുന്നു. മണ്ണിനെ അറിയാൻ, മഴയെ അറിയാൻ, ഭൂമിയെ അറിയാൻ നമ്മളോട് പറഞ്ഞ ആ മഹത് വ്യക്തിയെ ആദരിക്കുന്നതിനായി ശ്രീ ഹംസ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.